സ്കൂളുകൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു പരിവർത്തനം ഈ ഡാൻസ് പ്രോഗ്രാമുമായിട്ട്, അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ കുട്ടി, അതെന്നെ വെച്ച് ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ കുട്ടി എന്തെല്ലാം പഠിക്കണം, അതിൽ എന്തെല്ലാം സമീപന രീതി വേണം എന്നിത്യാദി കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതിൽ യോജിക്കേണ്ടവന് യോജിക്കാം, വിയോജിക്കേണ്ടവർക്ക് നിൽക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇപ്പം എന്താണ് അഭിപ്രായം പറഞ്ഞാൽ അവനെ ക്രൂശിക്കുകയാണ്. നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾ പോലും പാലിക്കാതെ വളരെ ക്രൂരമായ വിധത്തിൽ എടുത്ത നടപടിയാണ്. നമ്മൾ അപലപിക്കേണ്ട അതിനെ മാത്രമല്ല, ഏത് പ്രൊഫഷൻ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാൻ ഇടയുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങൾ, ചില ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥത കാണിക്കുന്നു. ആ ആളുകളോട് ഗവൺമെൻറ് കാണിക്കുന്ന ക്രൂരത വളരെ വലുതാണ്. ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ച ഒരു സംഘം നിങ്ങളെല്ലാവരും ശ്രദ്ധപ്പെട്ടാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. സഞ്ജയ് ഭട്ടിനോട് ഗുജറാത്ത് ഗവൺമെൻറ് എടുത്ത സമീപനം, ഡോക്ടർ കഫീൽ ഖാനോട് അന്നത്തെ UP ഗവൺമെൻറ് എടുത്ത സമീപനം. അതായത് കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്തതിന് ഫലമായി കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ഇന്ത്യയെ ഷോക്കടിപ്പിച്ചിട്ടുള്ള സംഭവവികാസം, അതിനെപ്പറ്റി കൃത്യമായിട്ട് തൻ്റെ പ്രൊഫഷൻ്റെ ഒരു ആത്മാർത്ഥത വെച്ചുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ കഫീൽ ഖാൻ സംസാരിച്ചു. ഇവിടെ വന്നിരുന്നു അദ്ദേഹം. പിന്നെ എന്തുമാത്രം അദ്ദേഹത്തെ പീഡിപ്പിച്ചു, സർവീസിൽ നിന്ന് പുറത്താക്കി, ദ്രോഹിച്ചു, ഒരുപാട് കാര്യങ്ങൾ വെച്ചു. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഹാരിസിലൂടെ കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന് സഞ്ജയ് ഭട്ട് ബെസ്റ്റ് ഓഫീസറായിരുന്നു, IPSൻ്റെ ബെസ്റ്റ് ഓഫീസറായിരുന്നു. ആ ഓഫീസറെ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം ധാരാളമായിട്ട് അതിനെ പറ്റിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായം, ആ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അത് ഇഷ്ടമില്ലാതെ വരുന്നു. ഗുജറാത്തിലെ ഗവൺമെൻറ് അസഹ്യത തോന്നുന്നു. എന്നാൽ ഞങ്ങളിവിടെ ഭരിക്കുന്ന സമയത്ത് ആരാണ് ഞങ്ങൾക്കെതിരായിട്ട് പറയാൻ എന്ന ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ധിക്കാരമാണ് ആ കാര്യത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ UP ഗവൺമെൻറ്റും കാണിച്ചത്. അതിൻ്റെ പതിപ്പുകളായിട്ട് കേരളം മാറുകയാണ്. ഇവിടെ ആർക്കും ഇവർക്കെതിരായിട്ടൊന്നും പറയാൻ പാടില്ല.